ചേതൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു വലിയ വിപത്തിനെതിരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിരോധം തീർക്കുകയാണ്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് ആശുപത്രികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? മനു, നിലവിൽ 9 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം ഒരു 13 വയസ്സുകാരന് രോഗം പിടിപെട്ടിരുന്നു. ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നിലവിൽ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഈ രോഗം ബാധിച്ച 9 പേരിൽ 4 പേർ കുട്ടികളാണ്. ഇവരുടെയൊക്കെ ആരോഗ്യനില വളരെ തൃപ്തികരമാണ്. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. മനു, നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു അപൂർവയിനം ജലജന്യ രോഗമാണിത്. വളരെ അപകടം പിടിച്ച ഒരു രോഗമാണിത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ 97% മരണനിരക്കുള്ള രോഗമാണിത്. പക്ഷേ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ബാധിച്ച മരണനിരക്ക് 33% നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂർ ചാവക്കാട് സ്വദേശി റഹീം ഈ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം 36 കേസുകളാണ് ഉണ്ടായിരുന്നത്. അതിന് വർഷം 2 കേസുകളാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിയമസഭയിൽ അടിയന്തര ചർച്ച നടത്തിയിരുന്നു. പ്രധാനമായും പ്രതിപക്ഷം ഈ വിഷയത്തിൽ നോക്കിക്കണ്ടത് സർക്കാരിന് ഈ അസുഖം ബാധിച്ചവരുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വർദ്ധിക്കുന്നത് അത് സർക്കാരിൻ്റെ പരാജയമായാണ് പ്രതിപക്ഷം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഒന്നും നമ്മൾ നോക്കിക്കാണുകയാണ്. ഈ വിഷയത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും. ഈ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് അമീബിക് മസ്തിഷ്ക രോഗം സ്ഥിരീകരിക്കാൻ അതിന് ശേഷിയുള്ള ആരോഗ്യവകുപ്പും അതിന് മിടുക്കുള്ള ഡോക്ടർമാരും ഇവിടെ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ ടെസ്റ്റുകൾ ഇവിടെ നടത്തുന്നതും കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നതും. നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില വളരെ തൃപ്തികരമാണ്. ഏതായാലും നമ്മൾ ഇതിനെതിരായുള്ള പോരാട്ടം അവസാനിപ്പിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ DYFI ഒക്കെ വലിയ രീതിയിൽ ഈ കുളങ്ങളും കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാവരും തങ്ങളുടെ വീട്ടിലെ കിണറുകളും അതുപോലെ തന്നെ വാട്ടർ ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശവും സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണെങ്കിൽ മുമ്പ് ധാരാളം ഇത്തരം മാരകമായ രോഗങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മുന്നോട്ട് നീങ്ങിയത്. അതിപ്പോൾ നിപ്പ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോവിഡ് രോഗമായിക്കോട്ടെ, മങ്കി പോക്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വളരെ അപകടം പിടിച്ച ഒരു രോഗമാണിത്. ഏതായാലും നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങളും വളരെ ശക്തമായിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളുടെ വീടുകളും അതുപോലെ തന്നെ വാട്ടർ ടാങ്കുകളും ഒക്കെ ക്ലോറിനേറ്റ് ചെയ്യുക, മലിനമായ ജലാശയങ്ങളിൽ നീന്തി കുളിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളടക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും വേണ്ട മുൻകരുതലുകളൊക്കെ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ചികിത്സാ സൗകര്യം അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം, പ്രത്യേകിച്ച് ജർമ്മനിയിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ അടക്കമുള്ള മരുന്നുകൾ, മൾട്ടിഫോസിൽ എന്ന പേരുള്ള മരുന്നുകളും സംസ്ഥാന സർക്കാർ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ രോഗത്തിനെതിരായി തന്നെ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ കിണറുകളും മറ്റ് വാട്ടർ ടാങ്കുകളും ഒക്കെ ക്ലോറിനേറ്റ് ചെയ്യുക എന്ന നിർദ്ദേശമടക്കം ഇതിൽ ഉൾപ്പെടുന്നു. ഏതായാലും നിലവിൽ 9 പേരാണ് ഈ രോഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ എല്ലാം ആരോഗ്യനില വളരെ തൃപ്തികരമാണ് മനു.